നമസ്കാരം, ഞാൻ നയന. ഞാൻ അനിഷ. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തെക്കുറിച്ച് മാതൃഭൂമി മീഡിയ സ്കൂൾ തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയായ ലോക സിനിമാ ജാലകത്തിലേക്ക് സ്വാഗതം. ആഗോള സിനിമയിലെ പുതുചലനങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരുന്നു ഇത്തവണത്തെ ചലച്ചിത്രോത്സവം. സിനിമാ ലോകത്തിന് പുതിയ സംവിധായകരെയും അഭിനേതാക്കളെയും സംഭാവന ചെയ്തുകൊണ്ടാണ് ചലച്ചിത്രോത്സവം സമാപിച്ചത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരത്തെ നിശാഗന്ധി തിയേറ്ററാണ് എല്ലാ കൊല്ലവും IFFKക്ക് തുടക്കം കുറിക്കുന്നത്. എന്നാൽ ആദ്യമായി IFFK നടന്നത് തിരുവനന്തപുരത്താണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് തലസ്ഥാന നഗരി IFFKക്ക് സാക്ഷിയായത്? നമുക്ക് നോക്കാം. 29ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തിരശീല ഉയർന്നു കഴിഞ്ഞു. ലോകത്തെമ്പാടുമുള്ള മികച്ച സിനിമകൾ, പ്രശസ്ത സംവിധായകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവർ അണിനിരക്കുന്ന മഹാചലച്ചിത്ര മേളയാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അല്ലെങ്കിൽ IFFK. IFFK എല്ലാ കൊല്ലവും ട്രിവാൻഡ്രത്താണല്ലോ സംഘടിപ്പിക്കാറുള്ളത്. അതിൽ നിന്ന് മാറി മറ്റെവിടെങ്കിലും ഇത് കൊണ്ടുവരണമെന്നുള്ളത് ആ വക കാര്യങ്ങളിൽ എനിക്ക് ചെറിയ യാഥാസ്ഥിക മനോഭാവമുണ്ട്. ഇത് അങ്ങനെയല്ല നടക്കുന്നത്. പാരസത്തില് അതൊരു കൾച്ചറായല്ലോ, ഒരു റിച്വലിസ്റ്റിക് ആയല്ലോ. അപ്പൊ അത് അങ്ങനെ തന്നെ പോട്ട്. അതാണ് എൻ്റെ അഭിപ്രായം. IFFK എപ്പോഴും തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നടത്തുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കും? വൈബ് നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് ഈ കിട്ടുന്ന ഒരു പിന്നെ കൊച്ചിയിലാണ് കൂടുതലും സിനിമാക്കാരൊക്കെ ഉള്ളതെന്ന് പറയും. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു എന്താ പറയുക, വേറെ ലെവൽ, നെക്സ്റ്റ് ലെവൽ മൂവി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുറേ ആൾക്കാരുള്ളത് ഇവിടെ ട്രിവാൻഡ്രത്ത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ഒബ്വിയസ്ലി ഇറ്റ്സ് ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ ഇവിടെ വെച്ചല്ലേ നടക്കേണ്ടത്. ട്രിവാൻഡ്രം കൊണ്ടുപോവോ? 1988 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് ഓഫ് ഇന്ത്യയാണ് ആദ്യമായി ചലച്ചിത്രോത്സവം ആരംഭിച്ചത്. 1996 കോഴിക്കോട്ടായിരുന്നു ആദ്യ IFFK. സിനിമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 ചിത്രങ്ങൾ അന്ന് പ്രദർശിപ്പിച്ചു. 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുന്നത് വരെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഇവന്റ് കൈകാര്യം ചെയ്തിരുന്നത്. IFFK തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കുന്നതിന് പിന്നിലും ഒട്ടേറെ കാരണങ്ങളുണ്ട്. നമ്മുടെ സാംസ്കാരിക നഗരമാണ് തിരുവനന്തപുരം, അതുപോലെ തന്നെ വ്യാവസായിക കേന്ദ്രവും. കൂടാതെ വർഷങ്ങളായി പ്രവർത്തനത്തിലുള്ള ഫിലിം സൊസൈറ്റികളും സംഘടനകളും ഇവിടെയുണ്ട്. തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം വിദേശത്തു നിന്നുള്ള ഡെലിഗേറ്റ്സിനെ എളുപ്പത്തിൽ മേളയിലേക്ക് എത്തിക്കുന്നു. ഇതെല്ലാം IFFKയുടെ വേദിയാകാൻ തിരുവനന്തപുരത്തിന് വഴിയൊരുക്കി. IFFK മാത്രമല്ല, ഇവിടെ എല്ലാ കലകളുടെയും ഒരു സംഗമമാണ്. സിനിമ മാത്രമല്ല, സിനിമയ്ക്ക് പുറത്ത് ഒരുപാട് സംഗതികൾ, ആർട്ടും കൾച്ചറും മനുഷ്യബന്ധങ്ങളും ഒരു വലിയൊരു വൈബാണ് ഇവിടെ. ചലച്ചിത്രോത്സവം എവിടെ സംഘടിപ്പിക്കണമെന്ന ചോദ്യത്തിന് തലസ്ഥാന നഗരിയുടെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. ക്യാമറാമാൻ അജിത് കുമാറിനോടൊപ്പം നയന എസ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. IFFKയിൽ മലയാള സിനിമയ്ക്ക് മികച്ച സ്വീകാര്യത നൽകിയിരിക്കുകയാണ് പ്രേക്ഷകർ. അന്താരാഷ്ട്ര സിനിമയോട് കിടപിടിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് മികച്ച ദൃശ്യാനുഭവം നൽകിയവയായിരുന്നു ഓരോ സിനിമകളും. കാഴ്ചകളിലേക്ക്. തിരുവനന്തപുരത്ത് 29ാം IFFKക്ക് തുടക്കമായി. നീലക്കുയിലിൽ നിന്നും തുടങ്ങി 13ാം വയസ്സിൽ സിനിമാ സംവിധാന രംഗത്തേക്ക് കൈവച്ച സിറിൽ എബ്രഹാം ഡെന്നിസിലെത്തി നിൽക്കുന്നു. കമ്പോള അടിസ്ഥാനത്തിലുള്ള സിനിമകളിൽ നിന്ന് ആർട്ട് ഫിലിംസ് കാറ്റഗറിയിലേക്ക് ചേക്കേറിയിരിക്കുന്ന ഒരുപാട് മലയാള സിനിമകൾ. ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൽ ഓടുന്ന സിനിമകൾ തമ്മിലുള്ള ജോണറും ഈ ആർട്ട് ഫിലിംസിലുള്ള ജോണറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു അന്തരം എങ്ങനെയാണെന്ന് സാറിനൊന്ന് പറയാൻ പറ്റുമോ? നമ്മളൊരു സിനിമയെ സമീപിക്കുന്ന രീതിയാണ്. അതിനെ കലയായിട്ട് കാണണോ അതോ കച്ചവട താല്പര്യത്തോടു കൂടി കാണണമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ കോവിഡിന് ശേഷമുള്ളൊരു സിനിമയുടെ ഒരു കാലഘട്ടമുണ്ട്. നമ്മളിപ്പം നമ്മൾ ആർട്ടെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്, കല എന്ന് പറയുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ ചേരുമ്പോഴാണ് അതിന് ഒരു കലയായിട്ട് വരുന്നത്. അതിനും അപ്പുറത്തേക്ക് എൻ്റർടൈൻമെൻറ്റ്. ഇപ്പം ഞാൻ രാവിലെ 2 ദിവസമായിട്ട് കാണുന്ന സിനിമകൾ കൂടുതലും 2 ആർട്ട് സിനിമയാണ് കണ്ടത്. ഒന്ന് ബോഡി എന്ന് പറഞ്ഞ പടം ഇപ്പോൾ ടാഗോറിൽ നിന്ന് കണ്ടിറങ്ങിയതാണ്. പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഫർബൂസ ബീച്ച് എന്ന് പറയുന്ന പടം. 2 സിനിമ കണ്ടപ്പോഴും പ്രത്യേകിച്ച് മലയാള സിനിമയോടുള്ള ഓഡിയൻസിൻ്റെ പ്രവണത കണ്ടത് പടം തീരുന്നതിന് മുമ്പ് എണീറ്റ് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിനിമകളിലേക്ക് മലയാള സിനിമയിലെ പുതുതലമുറ ചുരുങ്ങുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം ആ പടം കണ്ടുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അതിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് തിരിച്ചറിയുന്നത് യുവതലമുറ ശ്രദ്ധിക്കുന്നില്ല.
ജീവിതത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നവയാണ് ഈ മലയാള സിനിമകളിൽ ഏറെയും. നമ്മളെ തന്നെ ഈ മലയാള സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയും. ക്യാമറാമാൻ വിജു അമൃതയ്ക്കൊപ്പം റിപ്പോർട്ടർ ആഷ്യ റോസ്, മാതൃഭൂമി മീഡിയ സ്കൂൾ. സിനിമയിൽ സ്ത്രീകളുടെ സ്ഥാനം ഒട്ടും പിന്നിലല്ലെന്ന് കാണിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ IFFK. ഫീമെയിൽ ഗേസ് എന്ന വിഭാഗത്തിൽ 7 സിനിമകൾ പ്രദർശിപ്പിച്ചു. സിനിമയിൽ ഒരു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ഷബാന അസ്മിയെ IFFK ആദരിച്ചു. We're here at the 29th International Film Festival of Kerala, IFFK. This year remarkably shines female directors around all over the globe. 52 films out of the 178 films showcased this year are directed by women. The highlight of this year's festival is that the female gaze category curated by French film consultant Golda Selmi. This category features 7 exceptional films all around the globe. Hanami by Dennis Fernandez explores themes of migration and family ties in Cape Verde. When the phone rang by, Eva Radiohevic examines the emotional impact of a single phone call. Holy Cow by Louise Courvoisier, a coming-of-age drama questioning societal norms. Lovable by Lilja Ingolfsdotter is a poignant tale of a single mother navigating her professional and personal life challenges. Desert of Nambia by Yoko Yamanaka portrays a Gen Z women's journey of resilience in Africa. And Seema's Song by Roya Sadat captures love and family in the conservative society of Afghanistan. Closer to home, the festival features 4 Malayalam films directed by women. Appuram by Indulakshmi, Victoria by J. Shiva Ranjini, Kamadevan Nakshatram Kandu by Aditya Baby, and Girlfriends by Shobana Padanjati. But the celebration doesn't stop there. The 2024 IFFK will be honoring trailblazing women in cinema. Hong Kong-based filmmaker Anne Hui is receiving her Lifetime Achievement Award. Payal Kapadia will be receiving the Spirit of Cinema Award for her movie All We Imagine Is Light. As the curtains rise on this year's festival, IFFK 2024 stands as a powerful statement for artistic excellence and gender equality. It reminds us of the transformative power of female gaze and the stories it brings into light. With cameraman Viju Amrita, Nandana Gilesh. IFFK യുവ സംവിധായകരെ എങ്ങനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ദീപക് രാജീവിന്റെ റിപ്പോർട്ടിലേക്ക് പോകാം. മഹത്തായ സിനിമകളുടെ ലോകമായ IFFK വേദിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. വലിയ സ്വപ്നങ്ങളുമായി സിനിമയിലേക്ക് ചുവടുവയ്ക്കുന്ന നവാഗത സംവിധായകരെ IFFK 2 കൈനീട്ടി സ്വീകരിക്കുന്നുണ്ടോ? അവരെങ്ങനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു? നമുക്ക് നോക്കാം. സിനിമാ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിയും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് IFFK മാനവീയം വീതിയിലൂടെ സുഹൃത്തുക്കളുമായി നടക്കുന്നതും സിനിമകളെപ്പറ്റി ആഴത്തിൽ ചർച്ച ചെയ്യുന്നതും. ലോക സിനിമയിലെ ചലനങ്ങൾ മനസ്സിലാക്കി എല്ലാം മറന്ന് മഹത്തായ സിനിമകൾ കണ്ടു നടക്കുക എന്നത് യുവതലമുറയിലെ സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ IFFK എന്ന് പറഞ്ഞൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതൊരു വേറെ വൈബാണ്. ഇപ്പോൾ പടം കാണുക എന്നുള്ളത് മാത്രമല്ല, നമ്മളിവിടെ വന്ന് ഇരിക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു വേറൊരു വൈബാണ്. പിന്നെ അത് മാത്രമല്ല, കുറേ ആൾക്കാർ അവിടെ പാട്ട് പാടും, കുറേ ആൾക്കാർ സിനിമയ്ക്ക് വേണ്ടി നടക്കും, കുറേ ചർച്ചകളും കാര്യങ്ങളും. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ നിന്നിട്ട് കുറച്ച് ഷോർട്ട് ഫിലിമിൻ്റെ കുറച്ച് കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോക സിനിമകളിൽ പുതിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുവരുന്ന യുവ സംവിധായകർക്കായി രജത ചകോരം അവാർഡും മലയാളത്തിലെ ഭാവി വാഗ്ദാനങ്ങൾക്കായി KR മോഹനൻ അവാർഡും IFFK നൽകുന്നുണ്ട്. ഞങ്ങളൊരു 27ാമത്തെ IFFK കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആദ്യം ചിലപ്പം ഒരു 2 ദിവസം 3 ദിവസം നിൽക്കാന്നൊക്കെ വിചാരിച്ചായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഓരോ സിനിമകളും കണ്ട് നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ 7 ഫുൾ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. കാരണം ഓരോ സിനിമയും നമുക്ക് ഓരോരോ പാഠങ്ങൾ വരുന്നത്. ഇന്നലെ ഞങ്ങൾ നീ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു പടം കണ്ടു. വളരെ സോഷ്യൽ റെലവൻ്റ് ആയ സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്. അതുപോലെ പല പല സിനിമകളുണ്ട് ഇതിൽ. എല്ലാം സോഷ്യൽ റെലവൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചാണ് നല്ല കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. നവാഗത സംവിധായകർക്കായി പ്രത്യേക അവാർഡ് നൽകിക്കൊണ്ടും ഒരുപിടി സിനിമാ പ്രേമികളുമായി ഒത്തുചേരാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടും IFFK വളർന്നുവരുന്ന സിനിമാ പ്രവർത്തകർക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. ക്യാമറമാൻ ശ്യാംകുമാറിനൊപ്പം ദീപക് രാജീവ്, മാതൃഭൂമി. IFFK വേദിയിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ എത്താറുണ്ട്. എന്നാൽ IFFKയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്കും ഈ വൈവിധ്യമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം.
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർ, ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കുന്നവർ, അങ്ങനെ എത്രയെത്ര സംസ്കാരങ്ങളാണ് IFFK വേദിയിൽ. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ, ഇവയൊക്കെ സിനിമ വേണ്ടവിധം ചർച്ച ചെയ്യുന്നുണ്ടോ? മലയാളികൾ ലോക സിനിമയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? IFFK വേദിയിലെത്തിയവരോട് തന്നെ ചോദിച്ചു നോക്കാം. പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെല്ലാം അവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് മാറ്റുന്ന തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പം അന്തരം എന്നൊരു മൂവി 2022 മികച്ച നടിക്ക് സ്റ്റേറ്റ് അവാർഡ് ട്രാൻസ്ജെൻഡർ സ്ത്രീ കാറ്റഗറിയിൽ ഇതിൽ കിട്ടിയിരുന്നു, അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ പ്രൗഡ്, അതിൻ്റെ അന്തരത്തിൻ്റെ ഭാഗവും കൂടെ ആയിരുന്നു ഞാൻ. സ്ത്രീകളെ കൂടുതൽ എങ്ങനെ സിനിമയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ IFFKയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എത്രത്തോളം അത് സ്ത്രീകൾ എപ്പോഴും ഒരു തള്ളപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് പല രീതിയിൽ. ഇങ്ങനെ ഒരു അവസരങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് വരണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അത് നല്ലൊരു രീതിയിൽ കാണും. Literature festivals. We like this one because it shows different kind of films. Malayali films are especially good because they show the social fabric of Kerala. മറ്റൊരു തരം സംസ്കാരം നാടൊക്കെ കാണാൻ സാധിച്ചത് ഈ ഫിലിം സൊസൈറ്റിയുടെ സിനിമകളിലൂടെയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിൽ എന്ന് പറഞ്ഞാൽ ബംഗാളി സിനിമയാണ്. ഹൃതിക് ഘട്ടക്കിനെയും സത്യജിത് റായിനെയും ഇവരൊന്നും മറന്നുകൊണ്ട്, മൃണാൾ സെന്നി ഇവരൊന്നും മറന്നുകൊണ്ട് എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ചില സെഗ്മെൻറ്റുകളിലുള്ള പടങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരുമ്പോൾ അതിൻ്റെ ഒരു ആധിക്യം പലപ്പോഴും മേളകളെ നഷ്ടമാക്കാറുണ്ട്. ഫോറിൻ സിനിമകളിൽ നടക്കുന്ന പല കാര്യങ്ങളും കണ്ടിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നു, അവിടുത്തെ കൾച്ചർ അങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. सब कुछ दिखाना चाहिए, डिफरेंट कल्चर्स, डिफरेंट बैकग्राउंड, डिफरेंट कंट्रीज, और वो सब कल्चर जो हैं वो समझना चाहिए. अभी बाहर की फिल्में हमें पसंद है. മലയാള സിനിമയിലും നല്ല ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ സിനിമകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെ ജനങ്ങളിൽ എത്ര മാറ്റമുണ്ടായി എന്നതിനുള്ള അളവുകോലായും കാണാം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തതകളുടെ ഒരു വേദി കൂടിയാണ് IFFK. ക്യാമറമാൻ വിജു അമൃതയ്ക്കൊപ്പം ഋതുനാഥ്, മാതൃഭൂമി. 2024 IFFKയിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിരുന്ന 14 സിനിമകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. മലയാളത്തിൽ നിന്നുള്ള ഫാസിൽ മുഹമ്മദിന്റെ ഫെമിനിച്ചി ഫാത്തിമയും ഇന്ദുലക്ഷ്മിയുടെ മറുപുറവും മികച്ച അഭിപ്രായമാണ് നേടിയത്. വിശദമായ റിപ്പോർട്ടുമായി ജ്യോതിഷ് ജനാർദ്ദനൻ. 2024 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് 14 ചിത്രങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത 4 ചിത്രങ്ങളിൽ 2 മലയാളമാണ്. ഇത്തവണ കോമ്പറ്റീഷൻ മത്സര വിഭാഗത്തിൽ 14 സിനിമകളുണ്ട്. അപ്പം എല്ലാ തവണ സിനിമകൾ മത്സര സിനിമ കോമ്പറ്റീഷൻ സിനിമകൾ കാണാറുണ്ടോ? കോമ്പറ്റീഷൻ സിനിമകൾ കാണാറുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം സാധാരണ കാണുന്നു. ഇന്ന് വന്നതേ അതിന് ശേഷം ഉള്ളത് കാണും. എല്ലാ കൊല്ലം വരാറുണ്ടല്ലേ? ഇത് ആദ്യമായിട്ട് 6 വർഷമായിട്ട് 6ാമത്തെ വർഷം. കോമ്പറ്റീഷൻ സിനിമകൾ കാണാൻ പതിവ് പോലെ ഇത്തവണയും നീണ്ട നിരയുണ്ടായിരുന്നു. അതിലുപരി മത്സര വിഭാഗത്തിലേക്ക് മലയാളത്തിൽ നിന്നും ഈ പ്രാവശ്യം തിരഞ്ഞെടുത്ത 2 സിനിമകളുടെയും പ്രമേയം സ്ത്രീകളുടെ ജീവിതമായിരുന്നു. കോമ്പറ്റീഷൻ വിഭാഗത്തിൽ വരുമ്പം അതിൻ്റെ എത്രത്തോളം സ്ട്രെങ്ത്തും കാര്യങ്ങളും മൂവി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് വന്നേക്കുന്നത്. ഈ തവണ കേരളത്തിൽ നിന്നും 2 മലയാള സിനിമകൾ കൂടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫാസിൽ മുഹമ്മദിൻ്റെ ഫെമിനിസ്റ്റ് ഫാത്തിമ, അതുപോലെ തന്നെ ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം എന്ന് പറഞ്ഞ സിനിമ. 2 സിനിമയും സ്ത്രീകളുടെ ജീവിതമാണ് പറയുന്നത്. അപ്പോൾ അത്തരം സിനിമകൾ IFFK കൊണ്ടുവരുമ്പോൾ എത്രത്തോളം സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ പ്രചോദനമാകും? ആക്ച്വലി അത് നല്ലൊരു ഇതാണ്. ഇപ്പം എന്താ പറയുക, മലയാള സിനിമയിലായാലും ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സിനിമ ഒരുപാട് മാറി. സ്ത്രീകൾ ഇപ്പം ഡയറക്ടിങ് ഫീൽഡിലായാലും എഡിറ്റിങ്ങിലായാലും അതേപോലെ തന്നെ ആക്ടിങ് എല്ലാത്തിലും സ്ത്രീകളും മുമ്പോട്ട് വരുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് IFFKയിൽ അങ്ങനെ ഒരു ചെറിയ സിനിമയ്ക്കും അതും പുതിയ ഡയറക്ടറിന് കിട്ടുന്ന ഒരു അവസരം വലിയൊരു അവസരമാണ് സത്യം പറയാൻ. അപ്പം അങ്ങനെ അവസരം കിട്ടുന്നത് എന്തുകൊണ്ടും മലയാളത്തിന് നല്ലത് തന്നെയാണ്.
അതുമാത്രമല്ല പുതിയ പുതിയ എന്താ ഡയറക്ടേഴ്സ് ആയിട്ട് സിനിമാറ്റോഗ്രാഫർ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 14 സിനിമകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ക്യാമറാമാൻ ശ്യാംകുമാറിനൊപ്പം റിപ്പോർട്ടർ ജ്യോതിഷ് ജനാർദ്ദനൻ, മാതൃഭൂമി ന്യൂസ്. ചലച്ചിത്രമേളയിൽ കയ്യടി നേടി ഫെസ്റ്റിവൽ ഫേവറേറ്റ്സിലെ 13 സിനിമകൾ. ഈ സിനിമകൾ കാണാൻ തിയേറ്ററിന് മുന്നിൽ നീണ്ട നിര തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പുരസ്കാരങ്ങൾ നേടുകയും പ്രശംസ നേടുകയും ചെയ്ത ചിത്രങ്ങൾ സിനിമാ പ്രേമികളെ ആകർഷിച്ചു. അനോറ, ദ സബ്സ്റ്റൻസ്, എമിലിയ പെരിസ്, വെർമിഗ്ലിയോ എന്നിങ്ങനെ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട 13 സിനിമകളാണ് ഫെസ്റ്റിവൽ ഫേവറേറ്റ്സിൽ പ്രദർശിപ്പിച്ചത്. നല്ല പടമായിരുന്നു. നമ്മൾ ഈ ലോക സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ, ആ ഭൂപ്രദേശം, ഭാഷ, സംസ്കാരം, അതെല്ലാം നന്നായിട്ടുണ്ട്. നല്ല ഫ്രെയിമുകളായിരുന്നു, ഗംഭീരമായിരുന്നു. കിട്ടത്തില്ല, അത്ര തിരക്കായിരുന്നു ഇവിടെ, ഭാഗ്യത്തിന് കിട്ടിയതാണ്. താങ്ക് യു. Interesting, very it's an interesting visual of life in rural Italy. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുവാനായി രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിരുന്നത്. കലയുടെയും സൗഹൃദത്തിന്റെയും ഒരു വേദിയായി മാറുകയാണ് IFFK. ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം ശ്രീകുട്ടി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. മലയാളം സിനിമാ ടുഡേ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച കാമദേവൻ നക്ഷത്രം കണ്ടു ഒരു സംഘം കലാകാരന്മാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഈ സിനിമയിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുകയാണ് സംവിധായികയായ ആദിത്യ ബേബി. ഇരുപത്തൊമ്പതാമത്തെ കേരള ചലച്ചിത്രോത്സവത്തിൽ മലയാള സിനിമ ടുഡേ എന്ന വിഭാഗത്തിൽ ക്യൂപിഡ് സോ ദ സ്റ്റാർ എന്നുള്ള സിനിമയുടെ ഡയറക്ടർ നമ്മുടെ കൂടെയുണ്ട്. ആദിത്യ ബേബി എന്നാണ് പേര്. നമ്മൾ ക്യൂപിഡ് സോ ദ സ്റ്റാർ അല്ലെങ്കിൽ കാമദേവൻ നക്ഷത്രം കണ്ടുവന്ന സിനിമ ഇക്കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിനിമ സംസാരിക്കുന്നത്. ഹൈപ്പർ സെക്ഷലായിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഹൈപ്പർ സെക്ഷലായിട്ടുള്ള 2 യുവാക്കളും അവരുടെ ലോകവും അവരുടെ കാഴ്ചയും അവരുടെ സംസാരങ്ങളും നിറഞ്ഞൊരു ലോകത്തേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. അനന്തര സംഭവങ്ങൾ, ഇതാണ് സിനിമയുടെ പ്രമേയം. ഞങ്ങൾ ഒരു സംഘം ചെറുപ്പക്കാരായ നാടകക്കാരുടെ പ്രയത്നമാണ് ഈ സിനിമ. ഇത്തരത്തിലൊരു ആശയം അവതരിപ്പിച്ചപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഈ ടീം അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് IFFK എന്ന പോലൊരു വേദിയിൽ ഈ സിനിമയായിട്ട് വന്നു നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ IFFKയിൽ ബ്ലൂ ഹെയർ എന്ന് പറയുന്ന സിനിമയിൽ ആക്ട് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ബ്ലൂ ഹെയർ നമ്മൾ വേറൊരു വിഷ്വൽ ലാംഗ്വേജ് വെച്ച് അഡ്രസ്സ് ചെയ്ത പടമായിരുന്നു. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിറത്തിൻ്റെയും ജാതിയുടെയൊക്കെ രാഷ്ട്രീയം സംസാരിക്കുന്ന, എന്നാൽ വേറൊരു വിഷ്വൽ ലാംഗ്വേജ്, വ്ളോഗിംഗ് എന്നുള്ള ഒരു വിഷ്വൽ മീഡിയം വെച്ചാണ് നമ്മൾ ആ സിനിമ മൊത്തം ആ കഥ പറഞ്ഞതും ആ ഒരു മീഡിയം വെച്ചാണ് അഡ്രസ്സ് ചെയ്തത്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ സിനിമ ഐഫോണിലാണ് ഷൂട്ട് ചെയ്തതെങ്കിലും ഐഫോണിൽ ഷൂട്ട് ചെയ്തു എന്നുള്ള ആ ഒരു മീഡിയം അല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. കൃത്യമായിട്ട് കണ്ടന്റാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. വേറൊരു ഒരിക്കലും നീലോടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വേറൊരു ടൈപ്പ് ഓഫ് കണ്ടന്റ് മേക്കിംഗ് തന്നെയാണ് ക്യൂപിഡിൻ്റെത്. വ്യത്യസ്തമായ പ്രമേയം ചർച്ച ചെയ്യുന്ന നവാഗത സംവിധായിക ആദിത്യ ബേബിയുടെ ക്യൂപിഡ് സോ ദ സ്റ്റാർ എന്ന ചലച്ചിത്രം IFFK വേദിയിൽ പ്രദർശിപ്പിച്ചു. ക്യാമറാമാൻ ശ്യാമിനൊപ്പം വിനയരാഘവൻ C, മാതൃഭൂമി ന്യൂസ്. ചലച്ചിത്രമേളയിൽ സ്ത്രീകളുടെ പങ്കും സ്ത്രീ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യവും വളരെ ശ്രദ്ധേയമായിരുന്നു. സ്ത്രീ സംവിധായകരുടെ ചിത്രങ്ങൾ പ്രത്യേകമായി പ്രദർശിപ്പിക്കപ്പെട്ടു. ഇത്തവണത്തെ IFFKയിലെ മറ്റൊരു സവിശേഷതയാണ് സ്ത്രീകൾ സംവിധാനം ചെയ്ത 4 സിനിമകളാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ആ 4 സിനിമകളിൽ ഒന്നായ ഗേൾ ഫ്രണ്ട്സ് എന്ന സിനിമയിലെ സംവിധായികയായ ശോഭന പടിഞ്ഞാട്ടിലിനോടൊപ്പം നമുക്ക് ചേരാം. സിനിമ ഇത് ഞാൻ ആദ്യം ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് സിനിമയായത്. അതിനു മുമ്പൊരു ഷോർട്ട് മൂവിയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സ്ത്രീകളെ പറ്റിയിട്ടുള്ള പല സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം മാറ്റുന്ന രീതിയിൽ
വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു 5 കൂട്ടുകാരികളുടെ കഥയാണിത്. അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു ട്രാൻസ് വുമണാണ്. അപ്പോൾ അവരുടെ ജീവിതം നമ്മളൊരു കുറച്ചും കൂടെ നോർമലൈസ് ചെയ്തുകൊണ്ട് എല്ലാവരുടെ ജീവിതത്തെ നോർമലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അത് ചെയ്ത സിനിമ IFFKയിൽ എടുത്തു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഈ സിനിമാ പ്രേക്ഷകയായിട്ട് ഒരുപാട് കാലമായി. 4 സിനിമകൾ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിലുണ്ട്. അതിലിപ്പോൾ ഒരെണ്ണം KSFDCയുടെ പ്രോജക്റ്റാണ്. കൂടാതെ മറ്റ് 3 സിനിമകളുടെയും പ്രൊഡ്യൂസർമാർ തന്നെയാണ് ഡയറക്ടറായിരിക്കുന്നത്. അപ്പോൾ അത്രയും ആഗ്രഹത്തോടു കൂടി വരുമ്പോഴാണ് നമുക്കിങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുന്നത്. ഈ സിനിമയിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയാണ്? ലൈബ്രറിയനിൽ നിന്നൊരു ഫിലിം മേക്കറിലേക്ക്. ഞാൻ ഫിലിം മേക്കറായിരുന്ന ലൈബ്രറിയനാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൂ. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും ഓരോ ഫിലിമും എൻ്റെ ബന്ധങ്ങളെല്ലാം ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. ജോലിയുടെ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് സമയം എടുത്തുകൊണ്ട് ഈ ജോലിയുള്ള കാരണം കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എടുത്ത് ചെയ്ത സിനിമയാണ്. ഓക്കെ മാം, താങ്ക് യു. ഓരോ വർഷവും വൻ ജനാവലിയോടെ വലിയ വിജയമായി മാറുകയാണ് IFFK. പലതരത്തിലുള്ള പ്രേക്ഷകർ വരുന്ന ചലച്ചിത്രമേളയിൽ മാറുന്ന സിനിമാ ലോകത്തെ കാഴ്ചകളെ പറ്റി നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ആയിരത്തി 1995 തുടങ്ങിയ ചലച്ചിത്രോത്സവം ഇന്ന് 29ാമതിന് നിറവിലെത്തി നിൽക്കുമ്പോൾ മാറുന്ന മലയാള സിനിമയെപ്പറ്റി നമുക്ക് ചോദിച്ചറിയാം. മാറുന്ന മലയാള സിനിമ എന്ന് പറയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ സംഭവങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ സിനിമയും മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം ഒരു പരിപാടികളിൽ മാറുന്ന സിനിമ എന്ന് പറയുമ്പോൾ അത് വളരെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. പണ്ടത്തെ ക്യാമറ അല്ല ഇപ്പോഴത്തെ സംഭവങ്ങൾ. പണ്ട് നമ്മൾ ആ ക്യാമറയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നിന്ന് ടക്കുന്നൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. കാരണം അത് പോണെന്നുള്ള ഇപ്പോഴത്തെ രീതിയല്ല. ഇപ്പോൾ അതൊരു ഇഷ്ടംമാതിരി എടുക്കുന്നു. ഇഷ്ടംമാതിരി എടുത്തിട്ട് അവർക്ക് വീട്ടിലെ സാധനങ്ങൾ മാത്രം എടുക്കുന്നത്, അങ്ങനത്തെയൊക്കെ സിസ്റ്റങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് നടനായ നമ്മൾക്ക് കുറേ ഉപകാരങ്ങളുമുണ്ട്, കുറച്ച് അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. 'നവാഗത സംവിധായകർ ഏത് രീതിയിലാണ് സിനിമ മേക്ക് ചെയ്യുന്നത്? സിനിമയുടെ തോട്ട് മാറിക്കൊണ്ടിരിക്കുക. കാലം മാറുന്നതനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് സിനിമ. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളെ വിലയിരുത്താൻ പാകത്തിലുള്ള ജൂറി സംവിധാനങ്ങളായിരിക്കും നമുക്ക് വേണ്ടത്. ആ സിനിമകളെ മനസ്സിലാക്കുന്ന, ഇപ്പോൾ പൊളിറ്റിക്സിനപ്പുറത്തേക്ക് സിനിമാ ലോകത്തെ തിരിച്ചറിയാൻ കഴിവുള്ള നല്ല സിനിമാ പ്രവർത്തകരെ വെച്ച് പുതിയ സിനിമകളെ കണ്ടെത്തി, അതായത് നവാഗത സംവിധായകന്മാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിവുണ്ടാവണം. സിനിമ ഒരാവശ്യവും ആവേശവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചലച്ചിത്രമേളയുടെ മണ്ണിൽ നിന്നും ക്യാമറാമാൻ ശ്യാം കുമാറിനോടൊപ്പം ഗോപിക ബിരാജ്, മാതൃഭൂമി ന്യൂസ്. IFFK വേദിയിൽ നമ്മൾ പല സ്റ്റോളുകൾ കാണാറുണ്ട്. എന്നാൽ IFFK ബാഗുകൾ നിർമ്മിച്ചവരെയും അവരുടെ ചെറു സംരംഭത്തെയും നമുക്ക് പരിചയപ്പെടാം. IFFK എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് തിരുവനന്തപുരവും ഈ ബാഗും ഈ ഐഡന്റിറ്റി കാർഡുമാണ്. വർഷങ്ങളായ IFFKക്ക് ബാഗ് സപ്ലൈ ചെയ്യുന്ന ഒരു കൂട്ടരെ പരിചയപ്പെടാം നിങ്ങൾക്ക്. ഹായ് ബ്രോ, എത്ര വർഷമായി IFFKക്ക് ബാഗ് സപ്ലൈ തുടങ്ങിയിട്ട്? നമ്മൾ 2015 കേരള ശുചിത്വ മിഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇവിടുത്തെ IFFKയിലെ ഡെലിഗേറ്റുകൾക്ക് ഒരു 5000-ഓളം ബാഗ് കൊടുക്കുന്നത് കൂടിയാണ് IFFKയിലോട്ട് നമ്മുടെ ഒരു രംഗപ്രവേശനം. പിന്നെ 2016 മുഴുവൻ ബാഗ് IFFKയിൽ ആദ്യമായിട്ടുള്ള കോട്ടൺ ബാഗ് കൾച്ചർ പ്രൊമോഷൻ നമ്മളാണ് തുടങ്ങി വെക്കുന്നത്. ശേഷം 2-3 വർഷം തുടർച്ചയായിട്ടും പിന്നെ ഈ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ആയിട്ട് നമ്മൾ തന്നെയാണ് IFFKക്ക് കോട്ടൺ ബാഗുകൾ കൊടുത്തിട്ടുള്ളത്. ഈ വർഷവും നമ്മൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ രീതിയിലൊരു നോക്കുമ്പോൾ ഒരു 10 വർഷത്തോളമായിട്ടുള്ള IFFKയുടെ കൂടെയുള്ള ഒരു യാത്രയാണ് ലെവൽ ക്രോസിന് പറയാനുള്ളത്. എല്ലാ ബാഗും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളതല്ലേ? തീർച്ചയായിട്ടും മുഴുവൻ ഈ എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള കോട്ടൺ ക്യാൻവാസിൽ മെറ്റീരിയലുകളിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിലെ ഉള്ള പ്രിൻറ്റുകളൊക്കെ യുണീക്കായിട്ടുള്ള നമ്മൾ ഡിസൈനേഴ്സിനെ വെച്ച് ചെയ്യുന്നതും മറ്റു രീതിയിൽ കണ്ടെത്തുന്നതുമായിട്ടുള്ള ഡിസൈനുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ബാഗുകൾ മുഴുവൻ കോട്ടനാണ്. നമ്മൾ ജൂട്ട് പോലും പഴപ്പോലും ഒഴിവാക്കുന്നതിൻ്റെ കാരണം ജൂട്ടിന് ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഗ്രീൻ കൾച്ചർ പ്രൊമോഷൻ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രധാന മോട്ടോ എന്ന് പറയുന്നത്. ഏതൊക്കെ പ്രൈസിലാണ് ബാഗ് അവൈലബിൾ ആയിട്ടുള്ളത്?
ഏറ്റവും പ്രധാനമായിട്ട് 100 രൂപ മുതൽ തന്നെ നമുക്ക് ഇതുണ്ട്. ഇന്നലേക്ക് 50 രൂപ മുതൽ ഉണ്ടായിരുന്നു, അത് പിന്നെ പെട്ടെന്ന് വിറ്റ് പോവുകയായതുകൊണ്ടാണ് ഇന്നില്ലാത്തത്. 50 രൂപ മുതൽ ഏറ്റവും അവസാനം 500, 600, 700 രൂപ വരെയുള്ള ബാഗുകൾ വരെ സ്റ്റാളിലുണ്ട്. നമുക്ക് പിന്നെ ഓൺലൈൻ സ്റ്റോറുണ്ട്, ലെവൽ ക്രോസിന് ഓൺലൈൻ സ്റ്റോറുണ്ട്. അതുവഴി അല്ലാത്ത പലതരത്തിലുള്ള ഡിസൈനർ ബാഗുകളും യൂണീക്ക് ബാഗുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ലെവൽ ക്രോസ് ആദ്യം എങ്ങനെയാണ് തുടങ്ങിയത്? ലെവൽ ക്രോസ് ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശയം നാട്ടിലെ തന്നെ ബാക്ക്വേർഡായി നിൽക്കുന്ന സ്ത്രീകളെ, അതായത് വിധവകളായിട്ടുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു 10-11 വരുന്ന സ്ത്രീകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു സ്ത്രീ തന്നെ, ഇപ്പോൾ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ സ്ഥാപനം നടത്തുന്നത്, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു സ്ത്രീ നേതൃത്വം കൊടുത്തുകൊണ്ട് മറ്റ് സ്ത്രീകളെ പണിയെടുപ്പിക്കുന്ന, മറ്റ് സ്ഥാപനങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് ഉയർന്ന വേതനം കൊടുക്കുന്ന, കമ്പാരിറ്റീവ്ലി ഉയർന്ന വേതനം ലഭിക്കുന്ന തരത്തിലോട്ട് തയ്യൽ തൊഴിലാളികളെ മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ലെവൽ ക്രോസ് ആദ്യമായി തുടങ്ങുന്നത്. 2012 ലെവൽ ക്രോസ് തുടങ്ങുന്നത്. ഇനിയും ഇതുപോലത്തെ സംരംഭങ്ങൾ എല്ലാവർക്കും പ്രചോദനമാകട്ടെ. ക്യാമറമാൻ വിജു അമൃതയ്ക്കൊപ്പം ആഷിൻ ഷാജി, മാതൃഭൂമി മീഡിയ സ്കൂൾ, കൊച്ചി. ഒരാഴ്ച നീണ്ട IFFK സിനിമാ കാലത്തിന് മറ്റെല്ലാവരെക്കാളും ആഹ്ലാദം തിരുവനന്തപുരം നിവാസികൾക്ക് തന്നെയാണ്. സിനിമയെപ്പറ്റിയും IFFKയെ പറ്റിയും ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടികളിലൊന്നായ IFFK ഇത്തവണയും പത്മനാഭന്റെ മണ്ണായ തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. സിനിമയിൽ IFFK നൽകുന്ന സംഭാവനകളെക്കുറിച്ച് നമുക്ക് തിരുവനന്തപുരത്തുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ട്രിവാൻഡ്രംകാർക്ക് തന്നെ വളരെ അഭിമാനകരമായ ഒരു കാര്യമാണല്ലോ IFFK ട്രിവാൻഡ്രത്ത് നടത്തുന്ന കാര്യം തന്നെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞ ഒരു പക്ഷേ ട്രിവാൻഡ്രം ക്രൗഡ് വളരെ കുറവായിരിക്കും. പക്ഷേ മേ ബി ബൈ ഈവനിങ് നൈറ്റൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ട്രിവാൻഡ്രംകാർ തന്നെയായിരിക്കും കൂടുതൽ. എല്ലാ തവണത്തെയും പോലെ പ്രണയവും സൗഹൃദവും ഒത്തുചേരലും ഒപ്പം സിനിമയും ചേർന്ന് 2024 IFFK മനോഹരമായിരിക്കുകയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തും നിന്ന് നിരവധി ആളുകൾ പല പ്രതിസന്ധികളും മറികടന്ന് ദൂരങ്ങളോളം സഞ്ചരിച്ചാണ് IFFK എന്ന മായാലോകം കാണാനെത്തിയത്. IFFK അടിപൊളിയാണ്. നമ്മൾ എപ്പോഴും എല്ലാ ആളുകളും ജഡ്ജ് ചെയ്യാതെ വരാൻ പറ്റിയ സ്പേസ് ആണ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലോക സിനിമയെ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ചലച്ചിത്രത്തിന്റെ ഒരു പ്രത്യേക നമുക്കെല്ലാം ഒരുമിച്ച് ആസ്വദിക്കാം. അതിന്റെ നന്മകളും എല്ലാം കാണാം. ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ക്യാമറമാൻ വിജു അമൃതയ്ക്കൊപ്പം അനിഷ, മാതൃഭൂമി ന്യൂസ്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും IFFKയിൽ യുവാക്കളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു. വർഷം തോറും യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 29ാമത് IFFK നടക്കുന്ന വേദിയിലാണ്. ഒരുപാട് നീണ്ട നിരകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അധികം യൂത്ത് ആയിട്ടുള്ളവരാണ് സിനിമ കാണാൻ എത്തുന്നത്. യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇത്തവണത്തെയും കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള. സിനിമാ വിശേഷങ്ങൾ പങ്കുവച്ചും പുതുസൗഹൃദങ്ങൾ നെയ്തെടുത്തും സായാഹ്നങ്ങൾ ആഘോഷിച്ചുമാണ് ആളുകൾ IFFKയെ സജീവമാക്കിയിരുന്നത്. നിരവധി യുവ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും സിനിമകൾ IFFKയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. കാണികളിൽ വലിയൊരു ശതമാനവും യുവജനങ്ങളാണ്. ഇതിലൂടെ ലോക സിനിമയെ കൂടുതൽ അടുത്തറിയാനും അതേക്കുറിച്ച് പഠിക്കാനും സാധിക്കുന്നു. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അത് ഓരോ യൂത്തിനും ഓരോ ആൾക്കാർക്ക് ഒരു ഇഷ്ടത്തിലാണ് അവർ അത് എടുക്കുന്നത്. അത് വ്യൂയിങ് എക്സ്പീരിയൻസ് മാറുമല്ലോ. അത് ഓരോ ഏജിൽ ഓരോരുത്തരുടെ ഇഷ്ടം. അങ്ങനെ IFFKക്ക് വരാനുള്ള കാരണം എന്താ? ഫസ്റ്റ് തിങ് ആനിമേഷനാണ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതിന് വേണ്ടി വന്നതാണ്. പിന്നെ കൂടുതൽ എക്സ്പോഷേഴ്സും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നല്ല പരിപാടിയാണ്. കൂടുതലും സിനിമക്കും എല്ലാത്തിനും ഒരു പ്രൊമോഷൻ പോലെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ജനറൊക്കെ ഉള്ളൊരിതാണ്. ഒരുപാട് പേര് IFFK വേദിയിൽ എത്തുന്നത് സിനിമാ പ്രേമികളായവരാണ്. ഇപ്പോൾ യൂത്തിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു സിനിമയ്ക്ക് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അവരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ബിജു അമൃതയ്ക്കൊപ്പം ആദിത്യ, മാതൃഭൂമി മീഡിയ സ്കൂൾ. IFFKയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഭക്ഷണപാനീയങ്ങൾ. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഈ ഉത്സവത്തിന് മാറ്റുകൂട്ടി. ഗൗതം S തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇഷ്ടം പോലെ ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ജനത്തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പം കഴിഞ്ഞ വർഷത്തെ പോലെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഇത്തവണയും കിട്ടുമോ നമുക്കൊന്ന് അന്വേഷിച്ചോ. ഹലോ, ഹലോ, എന്താ പേര്? വരദ. വരദ ജോലിയാണോ പഠിക്കുമോ? ജോലിയാണ്. ജോലി എവിടെ? ചാനലിലാണ്. മലയാളം ന്യൂസ് മലയാളത്തിൽ തന്നെയാണ്. അപ്പം എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? കൊള്ളാം. അപ്പം കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണോ? അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഭക്ഷണവും ഈ വർഷത്തെ ഭക്ഷണം തമ്മിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി തോന്നുന്നു? കഴിഞ്ഞ വർഷത്തെയാണ് എനിക്ക് ഒന്നുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അത് ഇച്ചിരി വെറൈറ്റി ഉണ്ടായിരുന്നു. ഈ വർഷം അത്രയും എനിക്ക് തോന്നിയില്ല. അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒന്നും തോന്നിയില്ല. പക്ഷേ ടേസ്റ്റിയുള്ള ഫുഡാണെന്ന് എനിക്കറിയാം, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെ. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഈ ചേട്ടനാണ് ഈ കലവരയുടെ എല്ലാം. ചേട്ടാ എന്താണ് പേര്? പേര് ബിനു. ബിനു. എവിടെയാണ് വീട്? തിരുമല. ഈ ഒരു IFFKയുടെ ഇവിടെ വന്നുള്ള ആ ഒരു രീതിക്കുള്ള ഒക്കെയാണ് പോകുന്നത്. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തിലും ഒരു വിഷമ പരാതിയോ ഭക്ഷണത്തിന് അങ്ങനെ കംപ്ലൈന്റ് വന്നിട്ടില്ല. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അച്ഛനില്ല, അമ്മ, ഭാര്യ, 2 മക്കൾ. അപ്പം വീട്ടിലും പാചകം തകർത്തായി നടക്കുന്നു അതോ ഭാര്യ തന്നെയാണോ? അല്ല, ഞാൻ രണ്ടുപേരും കൂടെ ഒത്തൊരുമിച്ച് മലയും പോരും എന്നുള്ള ഒരു ഉപയോഗിക്കുന്നത്. അതെ. നമ്മൾ കിംകി ഡൂക്ക് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് കിംകി മുക്കിലാണ്. അപ്പം ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടുത്തെ പ്രധാന ഐറ്റം പ്യുവർ നൊങ്ക്. വേറൊരു 2 നൊങ്ക് ഉണ്ടല്ലോ. അതെ, അതിൽ ഒന്നിൽ മിക്സഡ് വന്നിട്ട് പൈനാപ്പിളും ഗ്രേപ്പും കൂടെയാണ്. ഒന്നിൽ പൈനാപ്പിളും ഗ്രേപ്പും മിക്സഡാണ്, ഒന്നിൽ പ്ലെയിൻ നൊങ്ക് മാത്രം ഐറ്റംസ്. എന്നാലും നൊങ്കാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം. അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ നൊങ്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടുത്തില്ല, ഒന്നുകൂടെ കുടിക്കണം. ഒരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ആസ്വദിച്ച് കുടിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അമ്മതി ടേസ്റ്റാണ്, നല്ല പ്യുവറാണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ ചൂടിൽ ഇന്ന് വർക്ക് ചെയ്യുമായിരുന്നു, അതെല്ലാം നമുക്ക് ഇതൊന്ന് കുടിച്ച ഉടനെ നമുക്ക് അത്രയ്ക്ക് ആശ്വാസമുണ്ട്. അപ്പം പ്യുവറാണ്. അപ്പം വരുന്നവരെല്ലാം വരിക, ഇത് പരീക്ഷിക്കുക, സംതൃപ്തി നേടുക. നമ്മൾ രാവിലെ കലവറയിൽ പോയി, കലവറ എല്ലാവരും പരിചയപ്പെട്ടു, അവിടുത്തെ ഭക്ഷണവും ടേസ്റ്റ് ചെയ്തു. ഇപ്പം നമ്മൾ മുക്കി വന്ന് ജ്യൂസും ഒക്കെ ടേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലിക്കൂട്ടി പോയി ബിരിയാണി ടേസ്റ്റ് ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വെറൈറ്റി ഉള്ള ഭക്ഷണങ്ങൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ലഭ്യമാണെന്നുള്ളത്. അത് മാത്രമല്ല, അടുത്ത തവണയും ഇതിൽ കൂടുതൽ ഭക്ഷണങ്ങൾ ലഭിക്കാൻ സാധ്യതയുമുണ്ട്. ക്യാമറമാൻ ബിജു അമൃതയ്ക്കൊപ്പം ഗൗതമസ്, മാതൃഭൂമി മീഡിയാസ്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ വേദിയാണല്ലോ IFFK. ജനത്തിരക്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കാണികൾക്കൊരു കുറവുമില്ല. ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ സിനിമ എന്ന ഒറ്റ വികാരത്തിനായി ഇവിടെ ഒത്തുചേരുന്നു. ഓരോ വർഷം കൂടുന്തോറും ചലച്ചിത്രമേളയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. ഇത്തവണത്തെ ജനത്തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ക്രൗഡ് എങ്ങനെയുണ്ട്? ക്രൗഡ് ഈ വർഷം നന്നായിരുന്നു, ഒരുപാട് ഉണ്ട്. പക്ഷേ ക്രൗഡ് വരുന്നെങ്കിലും ഈ പറയുന്ന പോലെ ചിത്രങ്ങളെ എത്ര പേര് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം. അതായത് ക്രൗഡ് വരുമ്പോൾ ഇതിനോടുള്ള ഒരു അനുകമ്പ കൊണ്ട് എല്ലാവരും ഇത് കാണാൻ വരുന്നു. മറിച്ച് പുതിയ ചിത്രങ്ങൾ മേക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അവർ ഏകദേശം കുറവായിരിക്കും, അവരെപ്പോഴും തിയേറ്ററിനകത്ത് സുഖമായിട്ടുണ്ടായിരിക്കും. വേളെ ക്രൗഡ് നന്നായിരിക്കുന്നു, അത്രത്തോളം സിനിമാ പ്രേമികളുണ്ടെന്ന് നമുക്ക് അതുകൊണ്ട് വിശ്വസിക്കുന്നു. അല്ലല്ല, ഞാൻ ഇത്രത്തോല്ലേ. ഇപ്രാവശ്യത്തെ ക്രൗഡ് എങ്ങനെയുണ്ട്? നല്ല ക്രൗഡാണ്, കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുക. ഇത്തവണയും IFFKയുടെ ആവശ്യത്തിന് ഒരു കുറവുമില്ല. എല്ലാ വർഷം പോലെ തന്നെ ഈ വർഷവും 13,000-ഓളം ഡെലിഗേറ്റ്സ് എത്തിച്ചേർന്നിട്ടുണ്ട്. ക്യാമറമാൻ അജിത്തിനോടൊപ്പം അതുൽ മനോജ്, മാതൃഭൂമി ന്യൂസ്. ബ്രാൻഡിങ്ങും ലോഗോയും ഏതൊരു പ്രോഗ്രാമിന്റെയും മുഖമുദ്രയാണ്. IFFK ലോഗോ വന്ന വഴിയെപ്പറ്റി ഒന്നറിഞ്ഞാലോ? ഒരു ലോഗോ, ഒരു അടയാളം, ഒരു കമ്പനിയുടെ മുഖം, ഒരു ബ്രാൻഡിന്റെ ആത്മാവ്. 29th IFFKയുടെ ഒഫീഷ്യൽ ലോഗോ സൃഷ്ടിച്ച അശ്വന്ത് A. ലെറ്റ്സ് വെൽക്കം ഹിം. അപ്പോൾ ഹായ് അശ്വന്ത്. ഇപ്പോൾ ഒരു ലോഗോ ഡിസൈനിങ് അല്ലെങ്കിൽ 29th IFFKയുടെ ലോഗോ ഡിസൈനിങ് മൊത്തം ബ്രാൻഡിങ് ചെയ്തതല്ലേ. സോ അതൊരു ഒരു പാത്വേ ഉണ്ടാവുമല്ലോ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു ഗൈഡൻസ് എല്ലാ സംഭവങ്ങളും? ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ എഡിഷൻ വർക്കാണ്. കഴിഞ്ഞ 27ാമത് IFFKയുടെ ബ്രാൻഡ് ഡിസൈൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്നുപരിയായിട്ട് ഇത്തവണ കുറച്ചുകൂടി കാഴ്ചക്കാർക്ക് കുറച്ചുകൂടി റീഡ് ചെയ്യപ്പെടണം, ഡിസൈനും കൂടി സിനിമ പോലെ തന്നെ ഡിസൈനും കൂടി കാഴ്ചക്കാരിലേക്ക് എത്തണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയിൽ നമുക്ക് ഈ ഒരു ലേസുകൾ കാണാൻ പറ്റും.
അപ്പോൾ ഈ ഒത്തിരി ലെയേഴ്സിൻ്റെ സമ്മിശ്രമായിട്ടുള്ള ഇതിനെ വിഷ്വലി എങ്ങനെ ട്രീറ്റ് ചെയ്യാം, വിഷ്വലി ഫിലിമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ഈ ഡിസൈനിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസും അതിൽ സെക്കൻഡ് ടൈമൊക്കെയുള്ള ഒരു ഡിഫറൻസും എങ്ങനെയായിരുന്നു? എനിക്ക് കുറച്ചുകൂടി ഈസി ആവാണ് ചെയ്തത്. കാരണം അതിനുശേഷം ഞാൻ കഴിഞ്ഞ IDSFF വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അക്കാദമിയായിട്ട്. പിന്നെ ഇതിന് മുന്നേ ഉള്ള വുമൻസ് ഫെസ്റ്റിവൽ, ഹാപ്പിനെസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലൊക്കെ ചെയ്തു. ആ ഒരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ബ്രാൻഡിങ് എന്നുള്ളൊരു ഇതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? ഞാൻ 2017 തൊട്ടിട്ട് IFFKയിൽ സിനിമ കാണാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്, തിരുവനന്തപുരം പാളയത്ത്. അപ്പോൾ ആ ഒരു ഫിലിമായിട്ടുള്ള കണക്ഷനും ഒരു ഇഷ്ടമൊക്കെയാണ്. ചെയ്യണം, ഡിസൈനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ചെയ്യണം, കൊള്ളാലോ, ആ ഒരു ഡ്രീമായിരുന്നു, ശരിക്കും ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്. അശ്വന്തിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഏതൊക്കെ ഒരു ജോൺറയിലുള്ള വർക്കാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതൊക്കെ? ഞാനിപ്പം കുറച്ചുകൂടി ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിലാണ് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഡിസൈൻ എന്നുള്ളൊരു ബിഗ് ടേമിൽ അതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ കുറച്ചുകൂടി ഡിസൈനിലൂടെയും കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം, ആൾക്കാരത് റീഡ് ചെയ്യപ്പെടണം, ആൾക്കാരത് വാല്യൂ ചെയ്യപ്പെടണം എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. നോർമലി നമ്മൾ 29th ഒരു TH ഉണ്ട് അല്ലെങ്കിൽ സെക്കൻഡ്, അപ്പോൾ ഇത് 29 എന്നുള്ളൂ. അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. ഇപ്പോൾ ഒരു വിഷ്വൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ സോഷ്യലി ഒരു കാലത്ത് ഏറ്റവും മിനിമലായിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും, അധിക എലമെൻറ്റ്സും അധിക കാര്യങ്ങൾ അധിക കളേഴ്സൊന്നും ഇല്ലാതെ ഏറ്റവും മിനിമലായിട്ട് ഒരു കാര്യം കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയയിലാണ് മാക്സിമം മിനിമലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയത്. എനിക്ക് പറയാനുള്ളത് ഡിസൈൻ എന്നുള്ളത് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സോഷ്യലി ആയാലും ഇപ്പം എന്ത് നടക്കുന്ന ലോകത്ത് എന്ത് നടക്കുന്ന ആയാലും അതിനെക്കുറിച്ച് നമ്മൾ അറിവുണ്ടായിരിക്കണം, അവെയർ ആയിരിക്കണം. ഈ ഗുഡ് ഡിസൈൻ എപ്പോഴും ഒരു ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ താങ്ക് യു സോ മച്ച് ഇത്രയും ടൈം തന്നതിന്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. 2024 IFFKയുടെ ഒഫീഷ്യൽ ലോഗോ സൃഷ്ടിച്ച അശ്വന്താണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. ക്യാമറാമാൻ വിജു അമൃതയ്ക്കൊപ്പം കൃഷ്ണപ്രിയ. ലോക സിനിമകൾ തുറന്ന പുസ്തകങ്ങളാണ്. ഓരോ സംസ്കാരങ്ങളെയും പൊതിഞ്ഞുകെട്ടി വർണ്ണക്കടലാസിലാക്കിയ പുസ്തകങ്ങൾ. ആസ്വാദകരുടെ മനസ്സിലെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം. ഓരോ സിനിമകളും ഓരോ നേർക്കാഴ്ചകളാണ്. നമുക്കറിയാത്ത ജീവിതങ്ങളെ പറ്റിയുള്ള നേർക്കാഴ്ച. ഇവയിൽ ലോക സിനിമയുടെ പങ്ക് ചെറുതല്ല. നമുക്ക് വിവിധ ലോക സിനിമകളെ കുറിച്ച് ജനങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം. ഏത് ടൈപ്പ് ഓഫ് മൂവീസ് ആണ് കൂടുതൽ കാണാറുള്ളത്? മലയാളം മൂവിയാണ് കൂടുതൽ കാണാറുള്ളത്. പക്ഷേ ഫെസ്റ്റിവലിൽ എത്തുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോക സിനിമകളെല്ലാം കാണുക എന്നുള്ളതാണ്. കൂടുതലായിട്ട് ഏത് ലാംഗ്വേജിലുള്ള മൂവീസ് ആണ് കാണാറ്? OTT പ്ലാറ്റ്ഫോമിലെ ദൗർലഭ്യത ലോക സിനിമയെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് ആകർഷിക്കുന്നു. സ്റ്റീരിയോടിപ്പിക്കലായ ഇംഗ്ലീഷ്, കൊറിയൻ, ഇറാനി സിനിമകൾക്ക് പുറമെ വിവിധ ഭാഷകളുടെ ധാരാളിത്തം മേളയുടെ മാറ്റുകൂട്ടുന്നു. അങ്ങനെ നോക്കി വരുന്നുള്ളൂ. റിവ്യൂ നോക്കിയിട്ടാണ്? ഇല്ലല്ല, പ്ലെയിൻ ആയിട്ട് വന്നു അവിടെ കണ്ടതിൽ നോട്ട് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. അങ്ങനെ തന്നെ സെലക്റ്റീവ് ചെയ്ത് കാണലില്ല. കുറച്ചും കൂടി നമുക്ക് നല്ല സിനിമ എന്ന് തോന്നുന്നത് ഭാഷകൾക്ക് അപ്പുറത്തേക്ക് നല്ല സിനിമകൾ കാണാന്നുള്ളതാണ്. ലോക സിനിമാ വിഭാഗത്തിൽ 63 സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. പേർഷ്യൻ, സെർബിയൻ, അർമേനിയൻ തുടങ്ങി 15ലധികം ഭാഷകളിലെ ചിത്രങ്ങൾ അരങ്ങേറി. ഈ വൈവിധ്യം തന്നെയാണ് IFFKയെ വ്യത്യസ്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ശ്യാമിനോടൊപ്പം ഗൗതമൻ, മാതൃഭൂമി മീഡിയ സ്കൂൾ. ലോക സിനിമാജാലകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.